പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 തീയതി ഉച്ച കഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. ഇന്നത്തെ നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന അങ്ങയുടെ എല്ലാ മക്കളുടെയും ആവശ്യങ്ങളെ അങ്ങ് ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദീർഘനാളായിട്ട് കർത്താവ് കാത്തിരിക്കുന്ന വിഷയങ്ങളുണ്ട്, അത് ഇന്ന് നിറവേറണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വീട് പണി ആരംഭിക്കുന്നുണ്ട് ഈശോയെ, അതുപോലെ എല്ലാ വിവാഹ ആലോചനകൾ ആരംഭിക്കുന്നവരുണ്ട്, ഉപരി വിദ്യാഭ്യാസം ആരംഭിക്കുന്നതിന് വേണ്ടി ശ്രമങ്ങൾ നടത്തുന്നവരുണ്ട്. അങ്ങനെ എല്ലാ ആരംഭങ്ങളെയും അങ്ങയുടെ തിരുസന്നിധിയിൽ ആശീർവാദത്തിനായി സമർപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഇന്നത്തെ ആശങ്കകൾ ചില വ്യക്തികളെ കാണുമ്പോൾ എന്ത് സംഭവിക്കും, ഇങ്ങനെ ഓരോരോ വിഷയത്തിന് എന്ത് സംഭവിക്കും, അപ്പോഴും എന്ത് സംഭവിക്കും, ഞാനെന്ത് പറയും, ഞാൻ എന്ത് പറയണം, എനിക്ക് എന്ത് പറയാൻ പറ്റും, ഞാൻ ആഗ്രഹിക്കാത്ത സിറ്റുവേഷൻസ് ഉണ്ടാകുമോ എന്നൊക്കെ വിചാരിച്ച് ആശങ്കപ്പെടുന്ന സാഹചര്യങ്ങളുണ്ട്, വ്യക്തിയുടെ സംഭാഷണം കൊണ്ട്. അതെല്ലാം കർത്താവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുകയും ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ ഉറപ്പുവരുത്തുന്നതിന് പരിശുദ്ധമ്മ ദേവമാതാവിനെ ഏൽപ്പിക്കുകയും ചെയ്യുന്നു. ജോലി അന്വേഷിച്ച് പോകുന്നവരുണ്ട് ഈശോയെ, നഷ്ടപ്പെട്ട ജോലി വീണ്ടെടുക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നവരുണ്ട് ഈശോയെ, ജപ്തി നടപടികളെ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്തുന്നവരുണ്ട് ഈശോയെ. അവരെല്ലാം കർത്താവിൻ്റെ നാമത്തിൽ ഈ നിമിഷം ആ വിഷയത്തിന് അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദീർഘനാളായ ഇടത് മൂക്ക് ഇങ്ങനെ അടഞ്ഞിരിക്കുന്നവരുണ്ട്, അത് കർത്താവ് തുറന്നു തരുന്നതായിട്ട് സന്ദേശമുണ്ട്. കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ നീ നിന്റെ കുടുംബം ഈശോ നാമത്തെ അനുഗ്രഹിക്കപ്പെടട്ടെ. നിന്റെ ഇന്നത്തെ യാത്ര ലക്ഷ്യങ്ങൾ, അതിൽ നിലനിൽക്കുന്ന തടസ്സങ്ങൾ കർത്താവിനെ നീങ്ങിപ്പോട്ട് പ്രാർത്ഥിക്കുന്നു. നീ ഏറ്റെടുത്തിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ അത് ചെയ്തു തീർക്കുന്നതിന് വേണ്ടി പലരുടെയും സഹായം നിനക്ക് ആവശ്യമുണ്ട്. ആ വ്യക്തികൾക്കെല്ലാം രോഗവും ക്ഷീണവും പ്രയാസങ്ങളുമാണ്. അവരെല്ലാം കർത്താവ് സന്ധിക്കുകയും അവർ നിന്നോട് സഹകരിക്കുന്നതിന് വേണ്ടി പ്രത്യേകമായ കൃപയുണ്ടാകാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിനുമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ നീ അനുഗ്രഹിക്കപ്പെടുമ്പോൾ വല്ലാത്ത മടുപ്പാണ്, ഒന്നും ചെയ്യാൻ തോന്നണില്ല, ഒരു കാര്യവും ചെയ്തിട്ട് ഒരു കാര്യവും ഇല്ല എന്ന് വിചാരിച്ചുകൊണ്ട് മനസ്സിടിഞ്ഞിരിക്കുന്നവരുണ്ടാകും. കർത്താവിൻ്റെ വിശുദ്ധ രക്തം തളിക്കപ്പെടുകയും നീ പുനർജീവിക്കുകയും ചെയ്യട്ടെ പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ ഇന്നത്തെ ദിവസം നീ കണ്ടുമുട്ടുന്ന വ്യക്തികൾ, പോകുന്ന വഴികൾ, ചെയ്യുന്ന കാര്യങ്ങൾ, ഇടുന്ന ഒപ്പുകൾ, എഴുതുന്ന എഴുത്തുകൾ, സംസാരിക്കുന്ന സംസാരങ്ങൾ, ഫോണിലൂടെയുള്ള വിളികൾ, കമ്മ്യൂണിക്കേഷൻസ്, അതിനുള്ള റെസ്പോൺസ്, നിനക്കുള്ള പ്രതികരണങ്ങൾ എല്ലാം നിനക്ക് അനുകൂലമായി വരാനും കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ നിന്നെ ഈശോനാമത്തെ ആശീർവദിക്കുന്നു.
ഏജൻസികൾ, കടകൾ, കമ്പോളങ്ങൾ, വ്യാപാരങ്ങൾ, വ്യവസായങ്ങൾ നടത്തുന്ന എല്ലാ തൊഴിൽ മേഖലയും കാർഷിക മേഖലയിലും അവിടെയുള്ള പ്രതിസന്ധികൾ യേശുക്രിസ്തു നീങ്ങിപ്പോട്ടെന്ന് കൽപ്പിക്കുന്നു. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെപ്പോഴും ജീവിതത്തിൽ മേൽഗതി പ്രാപിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദൈവവുമായിട്ട് കുറച്ചുകൂടി മെച്ചമായ റിലേഷൻസ്, ദൈവമായിട്ട് മെച്ചമായ റിലേഷൻസ് കീപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, പട്ടക്കാരന് ആത്മാവ് വളരുക എന്നൊക്കെ പറയുമായിരുന്നു. പക്ഷേ ആത്മാവ് വളരുക എന്ന് പറയുമ്പോഴും നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത്, ഓരോ കാര്യം ചെയ്യുമ്പോഴും അതുകൊണ്ട് ദൈവത്തിന് എന്ത് പ്രയോജനം. ഏറ്റവും വലിയ നമ്മൾ ഒരു വിഷയം ഡിസേൺ ചെയ്യാൻ, ഇപ്പം ഡിസേൺമെൻറ്റ് ഓഫ് ദി സ്പിരിറ്റ്, പ്രവർത്തനങ്ങളുടെ ഡിസേൺമെൻ്റ് ഇല്ലേ, വിവേചനം. ആ പ്രവർത്തനങ്ങളുടെ വിവേചനം ദൈവികമാണോ മാനുഷികമാണോ പൈശാചികമാണോ എന്നറിയാൻ വേണ്ടി ഉള്ള ഒരു നടപടിക്രമം എന്ന് പറയുന്നത്, ഇതുകൊണ്ട് ദൈവത്തിന് എന്ത് പ്രയോജനം എന്നുകൂടി. ഇപ്പം നിൻ്റെ കുടുംബകാര്യമാകാം, ചിലപ്പോൾ നിൻ്റെ പഠനകാര്യമാകാം, ചിലപ്പോൾ നിൻ്റെ പരീക്ഷക്കാര്യമാകാം, ചിലപ്പോൾ നിൻ്റെ ആരോഗ്യ പ്രശ്നമാകാം, നിൻ്റെ തൊഴിൽപരമായ കാര്യങ്ങളാകാം. പക്ഷേ അവിടെയെല്ലാം നീ ഒരു ചോദ്യത്തിന് ഉത്തരവിടണം. മനുഷ്യൻ എടുക്കാത്തൊരു ചോദ്യമാണത്. എന്താണ്? ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ദൈവത്തിന് എന്ത് പ്രയോജനം? അപ്പോൾ ദൈവത്തിൻ്റെ ഒരു പ്രയോജനം കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അതിന് ഒരു സീല് കിട്ടും. എന്താണ്? സ്വർഗത്തിൻ്റെ ഒരു സീല് കിട്ടും. ഉടമ്പടി എന്ന് പറയുന്ന സംഭവം നിലനിൽക്കണ എന്തിലാണ്? അതെവിടുന്നാണ് എനിക്ക് കിട്ടിയത്? കാനായിലെ കല്യാണ വീട്ടിൽ അമ്മ അവിടെ പ്രസൻ്റ് ആയിരുന്നു. പ്രസൻ്റ് ആകുമ്പോഴും അവിടെ വീഞ്ഞ് തികയാതെ വന്നതുകൊണ്ട് ആണ് അവൻ്റെ അമ്മ ഈശോയോട് പറഞ്ഞെന്ന്. അതിൻ്റെ ഓരോ വാക്കിനും ഭയങ്കര പ്രാധാന്യമാണ്. വീഞ്ഞ് തികയാതെ വന്നതുകൊണ്ട് അവൻ്റെ അമ്മ ഈശോയോട് പറഞ്ഞു. ആ വാക്കെല്ലാം കറക്റ്റാണ്. വീഞ്ഞ് തികയാതെ വന്നത് ഭയങ്കര സീരിയസ് വിഷയമാണ്. ഈശോയുടെ അമ്മ ഒരു സീരിയസ് വിഷയമാണ്. ഈശോയോട് പറഞ്ഞു എന്ന സീരിയസ് വിഷയമാണ്. കാര്യം അമ്മയുടെ ഒരു വിഷയം എന്ന് പറയണത് ഹൗ ടു ഇൻട്രൊഡ്യൂസ് ജീസസ് ടു ദി വേൾഡ്. മറിയത്തിൻ്റെ വിഷയം അതായിരുന്നു. നമ്മളൊക്കെ പെട്ടെന്ന് ഓർക്കുകയും മറിയത്തിൻ്റെ വിഷയം ആ കാനായിലെ കല്യാണത്തിൽ വെള്ളം വീഞ്ഞാക്കുന്ന അങ്ങനെ ഒരു ഉദ്ദേശവും ഇല്ല. അത് സെക്കൻഡറി പോലും അല്ല. ശരിക്കും പറഞ്ഞാൽ അമ്മയുടെ ഉദ്ദേശം എന്താണ്? ഈശോ ആരാണെന്നതിനെക്കുറിച്ച് അമ്മയ്ക്ക് നല്ല അറിവുണ്ട്. ഈ ഈശോനെ
മനുഷ്യർക്ക് പ്രയോജനകരമായ രീതിയിൽ ദൈവത്തിൻ്റെ ഈ രക്ഷാകര സംവിധാനത്തിൻ്റെ പേരാ ക്രിസ്തു. അതിനെ ജനങ്ങൾക്ക് ജനകീയമായ രീതിയിൽ ശരിക്കും പറഞ്ഞാൽ ഈശോയെ ജനകീയവൽക്കരിച്ചതേ ഈശോയുടെ കുരിശുമരണവും ഉയർത്തുന്നപ്പോൾ അല്ല. നമുക്ക് എല്ലാത്തിനും ഒരു അക്കാഡമിക് തലങ്ങളുണ്ടാകും, ഒരു സാങ്കേതിക ടെക്നിക്കൽ തലങ്ങളുണ്ടാകും, ഒരു ജനകീയ തലമുണ്ടാകും. ഇപ്പം മൊബൈൽ നമ്മൾ ഇഷ്ടപ്പെടുന്നു, അത് ടെക്നിക്കൽ പെർഫെക്ഷൻ കൊണ്ടല്ല ഇഷ്ടപ്പെടുന്നത്, അത് നമുക്ക് പ്രയോജനമുള്ളത്. മനസ്സിലായില്ലേ? അത് ജനകീയം. മൊബൈൽ എങ്ങനെ ജനകീയമായി? 90 വയസ്സുള്ളവർക്ക് മൊബൈൽ ആവശ്യമുണ്ട്. ആ ടെക്നിക്കലി പെർഫെക്ഷൻ ആണല്ലോ പ്രശ്നം, അത് ആവശ്യമാണല്ലോ, അല്ലാതെ നമുക്ക് പ്രയോജനം ഇല്ലല്ലോ. പക്ഷേ പ്രാക്ടിക്കലി ഇമ്മീഡിയറ്റ് എല്ലാ വിഷയത്തിനും ഒരു ഇമ്മീഡിയറ്റ് ചാർജിങ് ഉണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അതിൻ്റെ ജനകീയ വിഷയം എന്താണ്? അപ്പം അമ്മ നോക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈശോനെ എങ്ങനെ ജനകീയമാക്കാം, 10 മനുഷ്യർക്ക് പ്രയോജനമുള്ള രീതിയിൽ എങ്ങനെയാക്കാൻ പറ്റും. അപ്പം അമ്മയ്ക്ക് അറിയാമായിരുന്നു. പരിശുദ്ധാത്മാവ് അമ്മയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് എപ്പോഴും പറയുമായിരുന്നു, മേരി നിനക്ക് മാത്രമേ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ, എനിക്ക് പറ്റത്തില്ല, പിതാവിന് പറ്റത്തില്ല. ഞങ്ങൾക്ക് പറ്റണത് ഈശോയെ മനുഷ്യാവതാരത്തിലാക്കാനേ പറ്റത്തുള്ളൂ. പക്ഷെ മനുഷ്യരുടെ മുമ്പിൽ പരിചയപ്പെടുത്തുക എന്നുള്ളത് വി കാൻ ഡു ഇറ്റ്, അത് നിനക്കേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് എപ്പോഴും പരിശുദ്ധാത്മാവ് ഇങ്ങനെ മേരിയെ ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അമ്മ ഒരു തക്കം നോക്കി അങ്ങനെ ഇരിക്കരുത്. അപ്പോഴാണ് കാനായിലെ കല്യാണത് ഒരു കഥയുമില്ലാത്ത കാര്യമാണ്. അവിടെ ഒരു അമ്മയ്ക്ക് കിട്ടിയൊരു ചാൻസാണ്, കച്ചിത്തുരുമ്പ് പോലെ. എന്താണ് ഈശോയെ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പരിവേഷം കൊണ്ട് നടന്ന ആളിനെ, ആക്രാന്തം പിടിച്ച് നടന്ന ആളിനെ പെട്ടെന്ന് കിട്ടിയൊരു അവസരമാണ് വീഞ്ഞ് ചെയ്യാതെ വന്ന കാര്യങ്ങൾ. യോഹന്നാൻ 2:3. അവിടെ വീഞ്ഞു തീർന്നു പോയപ്പോൾ യേശുവിന്റെ അമ്മ അവനോട് പറഞ്ഞു അവർക്ക് വീഞ്ഞില്ല. അത് വലിയ വിഷയമല്ലായിരുന്നു ശരിക്കും പറഞ്ഞു. അതുകൊണ്ടാണ് എനിക്കും നിനക്കും എന്താണ് ആ വീട്ടിൽ വീഞ്ഞു തന്നത്, നമ്മളെന്ത് ചെയ്യാനാണെന്നൊക്കെ. ഈശോ പെട്ടെന്ന് ആ വിഷയത്തെ ഭയങ്കര എന്താണ് അതിൻ്റെ ഒരു നിരർത്ഥക തലമാണ് ആദ്യം പറയണത്. പിന്നെയാണ് അമ്മ ആ സ്റ്റേഡിൽ തന്നെ നിന്നപ്പോൾ ഈശോയ്ക്ക് മനസ്സിലായി മദർ ഈ വിഷയത്തിൽ മാറുന്നില്ലെന്ന് മനസ്സിലായി. മദർ ആ വിഷയത്തിൽ മാറുന്നില്ലെന്ന് ഈശോയ്ക്ക് മനസ്സിലാകണം. അത് മദർ വേറെ ആരെങ്കിലും ആണ് നിന്നെങ്കിൽ മദറിൻ്റെ സ്ഥാനത്ത് നിന്ന് ഒക്കത്തില്ല. ഇപ്പോൾ പത്രോസാണ് ഹോൾഡ് ചെയ്യണമെങ്കിൽ പത്രോസ് ആ വിഷയത്തിൽ മാറുന്നില്ലെങ്കിൽ ഈശോയ്ക്ക് അത് ഡോണ്ട് മൈൻഡ്. പക്ഷെ മദർ മാറാതിരിക്കുമ്പോൾ ഈശോ പല രീതി ബൗണ്ടഡാണ്. ഹ്യൂമൻ എക്സിസ്റ്റൻസ് എന്ന് പറഞ്ഞ രീതിയിൽ കർത്താവിനൊരു മനുഷ്യാവതാരം കൊടുത്തതിൽ അത് നേർ പങ്കാളിയാണ് ഇവർ. അപ്പോൾ അവരാ സിസ്റ്റർ സ്റ്റേണായിട്ട് നിന്നത് കാരണം ഈശോ അത് സീരിയസ് ആയിട്ട് പിന്നെ എടുക്കേണ്ടി വന്നു ഈശോയ്ക്ക്. അപ്പോൾ എപ്പോഴും നമ്മൾ ഇന്ന് ഇല്ല ഈശോയെ സ്റ്റേണെന്ന് വെച്ചാൽ ആ വീട്ടിൽ വീഞ്ഞ് തീർന്നിട്ട് അവിടെ വീഞ്ഞുണ്ടാക്കി കൊടുക്കുക എന്നുള്ളതല്ല പ്രശ്നം. മറിച്ച് ആ ഒരു വകുപ്പെടുത്തുകൊണ്ട് ഈശോനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക ലോകത്തിനെ. അതാണ് പിന്നീട് അത് പൗലോസ് മനസ്സിലാക്കാൻ എന്തുമാത്രം സമയമെടുത്തു അല്ലേ? പൗലോസ് ഈ പൗലോസും അമ്മയും തമ്മിൽ കണ്ടുമുട്ടിയിട്ടില്ല എന്തുണ്ടെങ്കിലും പൗലോസ് വർഷങ്ങൾക്ക് ശേഷം കണ്ടു മനസ്സിലാക്കിയതെല്ലാം ആദ്യം അതിൻ്റെ ബ്ലൂ പ്രിൻ്റ് ഇറക്കണ അമ്മയാണ്. എന്താണ് പൗലോസ് എന്താ പറഞ്ഞത്? യേശു ക്രിസ്തു എല്ലാമാണെന്ന് പറയും. കൊളോസ്യസ് 3:18. ഇവിടെ ഗ്രീക്കുകാരനെന്നോ യഹൂദനെന്നോ പരിച്ഛേദിതനെന്നോ അപരിച്ഛേദിതനെന്നോ അപരിഷ്കൃതനെന്നോ സിദിയനെന്നോ അടിമയെന്നോ സ്വതന്ത്രനെന്നോ വ്യത്യാസമില്ല. പിന്നെയോ ക്രിസ്തു എല്ലാമാണ്, എല്ലാവരിലുമാണ്. ഈശോയുടെ അമ്മയാണ് ആദ്യം കണ്ടുപിടിച്ചത് ക്രിസ്തു എല്ലാമാണെന്നുള്ളത്. അപ്പം അതുകൊണ്ട് എപ്പോഴും നമ്മൾ സദ്യം അമ്മയെപ്പോലെ ചിന്തിക്കണം. ഞാൻ ഈ വിഷയത്തെ ഏറ്റെടുത്തുകൊണ്ട്, ഞാൻ പഠിച്ചതുകൊണ്ടോ, എനിക്ക് വീട് കിട്ടിയതുകൊണ്ടോ, എൻ്റെ ഉദ്യോഗം കിട്ടിയതുകൊണ്ടോ, PR കിട്ടിയതുകൊണ്ടോ, പെൻഷൻ കിട്ടിയതുകൊണ്ടോ ദൈവത്തിന് എന്ത് പ്രയോജനം?
ആ ഒരു വിഷയം കൂടി നിങ്ങൾ അതാണ് ഇതിൻ്റെ ബൂസ്റ്റ് ചെയ്യണമെന്ന് പറയുന്നത്. അത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അതിനൊരു നിങ്ങൾക്ക് ഉത്തരം പറയാൻ കൃത്യമായിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വിഷയത്തിൻ്റെ മേൽ കത്തിപ്പിടിക്കും, ആ വിഷയം ദൈവം ഏറ്റെടുക്കും. അപ്പം കളം അറിഞ്ഞ് കളിക്കുക. താങ്ക് യു. 2019 എൻ്റെ മകൻ +2 കഴിഞ്ഞ് JEE മെയിൻസ് എഴുതിയിരുന്നു. JEE മെയിൻസിന് അത്യാവശ്യം നല്ല സ്കോർ തന്നെ കിട്ടിയിരുന്നു, 97% കിട്ടിയിരുന്നു. പക്ഷേ അതിനുശേഷം ബോർഡ് എക്സാമും കഴിഞ്ഞ് അതിനുശേഷം എല്ലാവർക്കും അറിയാവുന്ന പോലെ JEE അഡ്വാൻസിന് ക്വാളിഫൈ ആയി. 1.5 മാസം അത്രമാത്രം തീക്ഷ്ണമായി പഠിക്കേണ്ട ഒരു സമയമാണ്. 1.5 മാസം അത്രമാത്രം അധ്വാനിച്ച് മാത്രമേ JEE അഡ്വാൻസ് ക്വാളിഫൈ ചെയ്യുന്ന എല്ലാവർക്കും അറിയാമല്ലോ. ആ ഒരു സമയത്ത് മകൻ വേറെ എൻ്റെ അടുത്തല്ലായിരുന്നു, ഒരു പേയിങ് ഗസ്റ്റായിട്ടാണ് നിന്നിരുന്നത്. അവർ നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവർ നോക്കി കഴിഞ്ഞപ്പോൾ JEE അഡ്വാൻസിന് എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ആൻറ്റിയോട് പറഞ്ഞു, ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുക്കാൻ പോവുക, ഫോട്ടോസ്റ്റാറ്റ് കടയിൽ പോകാമെന്ന് പറഞ്ഞു. ഓക്കെ, ആൻറ്റി സമ്മതിച്ചു. പോയി പ്രിൻ്റ് എടുത്തു വന്നു. ഒരു ഫുൾ ബണ്ടിൽ, ഫോട്ടോസ്റ്റാറ്റ് ബണ്ടിൽ എന്തോ പ്രിൻ്റ് എടുത്തിട്ട് വന്നു. അപ്പോൾ അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ടീച്ചറെ എന്തോ ഒരു അസ്വാഭാവികത തോന്നുന്നുണ്ട്. റൂം അടച്ചിട്ട് നമ്മളൊരു സിംഗിൾ റൂമൊക്കെ എടുത്ത് കൊടുത്തേക്കുവാണ്, ഫുള്ളായിട്ടിരുന്ന് പഠിക്കണം എന്നൊക്കെ ആവശ്യം ഉന്നയിച്ചുകൊണ്ട്. അപ്പോൾ അവർ പറഞ്ഞു അവരിന് വെള്ളം കുടിക്കാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് പുറത്തേക്ക് വരുമായിരുന്നു, ഇപ്പോൾ അങ്ങനെ വരുന്നില്ല, പകലില്ലാത്ത എന്തോ വായിക്കുന്നോ സംശയമുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നോക്കിക്കോളൂ, സൂക്ഷിച്ചോളൂ, ശ്രദ്ധിച്ചോളൂ എന്ന് പറഞ്ഞു. അവർ നോക്കി 2 ദിവസം കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ടീച്ചറെ പഠിക്കുകയല്ല, എന്തോ വായിക്കുകയാണ്. ഞാൻ പറഞ്ഞു അതൊന്നും അവൻ ഇല്ലാത്ത സമയത്ത് ഒന്ന് റൂമിൽ കയറി ഒന്ന് പരിശോധിക്കുക. അപ്പോൾ അവർ പറഞ്ഞു എന്തോ ഒരു സാധനം ഫുൾ പ്രിൻ്റ് എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു മോനെ എൻ്റെ തന്നെ വീട്ടിലേക്ക് പെട്ടെന്ന് വിട്ടോളാൻ പറഞ്ഞു. ഞാൻ വീട്ടിലേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ ഇവൻ ആ മൂഡൊക്കെ മാറിപ്പോയി, ഇവനാകെ മാറിപ്പോയി. ഇവന് ആരോടും സംസാരിക്കില്ല, ഒറ്റയ്ക്ക് കയറിയിരിക്കുന്നു, ഇതിങ്ങനെ വായിക്കുന്നു. നമുക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിപ്പോയി. ആകെ എൻ്റെ ഒരു അന്നേരത്തെ കാരണം ഹസ്ബൻഡും ഒത്തിരി ദേഷ്യപ്പെട്ടു തുടങ്ങി. കാരണം ഇത്രയും ഒക്കെ ആയ അവസ്ഥയിൽ ലാസ്റ്റ് മൊമെൻറ്റിൽ കൊണ്ട് ഇതുപോലെ ആവുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഹസ്ബൻഡും സഹിക്കാൻ പറ്റുന്നില്ല. എന്തായാലും പ്രാർത്ഥനയിൽ ഒത്തിരി ആശ്രയിച്ച് ഉടമ്പടി ഉപ്പ് നമ്മൾ ഭക്ഷണത്തിലും പനി ലൈം ജ്യൂസിലൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ കുറച്ച് ഏറെ മാറ്റങ്ങളുണ്ടായി. പിന്നെ നമ്മൾ ശക്തമായി പ്രാർത്ഥിക്കുകയും കുറേ ദിവസങ്ങൾ അവൻ്റെ കൂടെ പിന്നെ ഞാൻ ഇരുന്ന് ഒക്കെ പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കുറച്ച് കേരള എൻട്രൻസ് എഴുതാൻ കഴിഞ്ഞപ്പോൾ മാത്സിൻ്റെ എക്സാമിന് പോയിട്ട് ഒരു മൂഡില്ല എന്നും പറഞ്ഞിട്ട് ഇച്ചിരി 1-2 ആൻസറൊക്കെ എഴുതിയിട്ട് തിരികെ പോന്നു. മറ്റ് 2 എക്സാം കുഴപ്പമില്ലാതെ എഴുതിയുണ്ട്. അത്യാവശ്യം ഇടത്തരം ഒരു റാങ്കൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അവൻ്റെ പ്രതീക്ഷിക്കാത്ത ഒരു റാങ്കോ യാതൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി എന്തായാലും മോൻ ഹോസ്റ്റലിലേക്കൊന്നും പോകണ്ട, ഇവിടെ അടുത്തുള്ള എഞ്ചിനീയറിംഗ് കോളേജിൽ ചേർന്നോ, ഇവിടെ തന്നെ പഠിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോൾ അവന് നമ്മുടെ പ്രാർത്ഥനയും നന്നായി ശക്തിപ്പെടുന്നുണ്ടായിരുന്നു. അതനുസരിച്ച് ഇവനൊരു മാറ്റം വന്നു. ഇവൻ പറഞ്ഞു ഞാൻ പെട്ടെന്ന് റിപ്പീറ്റ് ചെയ്യാൻ പോകാമെന്ന് പറഞ്ഞു. ഓക്കെ, റിപ്പീറ്റ് ചെയ്യുമോ? കാരണം മൊബൈലും നെറ്റ്വർക്കും യാതൊന്നും അവൈലബിൾ അല്ലല്ലോ റിപ്പീറ്റ് ചെയ്യുന്നിടത്ത് ഹോസ്റ്റലിൽ. അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ പോയി റിപ്പീറ്റിന് പോയി. പക്ഷേ അങ്ങനെ 2020 അറിയാമല്ലോ, കൊറോണ വന്നു. അങ്ങനെ തന്നെ വീട്ടിലോട്ട് വന്നു. വീണ്ടും നമ്മൾ എത്രയൊക്കെ സൂക്ഷിച്ച് വെച്ചാലും മൊബൈലെടുക്കും, ഈ നെറ്റ്വർക്ക് വെബ് നോവൽ വായിക്കാൻ തുടങ്ങി. അപ്പോൾ നമുക്ക് വല്ലാത്ത വിഷമം. നമ്മൾ ശക്തിപ്പെട്ട് മാതാവിൽ ആശ്രയിച്ചു, പ്രാർത്ഥിച്ചു. എന്തായാലും പിന്നെ അവരുടെ ക്ലാസ് ടീച്ചേഴ്സും ഒത്തിരി വഴക്കൊക്കെ പറഞ്ഞ് എന്തായാലും നമ്മൾ മാതാവിൽ വളരെ ശക്തിയായി മുറുക്കെ പിടിച്ച് പ്രാർത്ഥനയിൽ ശരണപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോയപ്പോൾ അവന് JEE അഡ്വാൻസ് ക്ലിയർ ചെയ്തു, നല്ലൊരു റാങ്ക് കിട്ടി. ഇപ്പോൾ IIT ഖരഗ്പൂർ പഠിക്കുന്നു. അതിനുശേഷം 2021 ആയപ്പോഴേക്കും വീട് പണി പൂർത്തിയാകുകയും ഹസ്ബൻഡ് റിട്ടയർമെൻറ്റ് അനുവദിച്ച് എല്ലാം ഭംഗിയായി പൂർത്തിയാക്കുകയൊക്കെ സാധിച്ചു. മാതാവിൻ്റെ ഒത്തിരി അനുഗ്രഹവും അതോടൊപ്പം തന്നെ ഒത്തിരി സംരക്ഷണം. കാരണം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ചില അപകടങ്ങൾ തന്നെ ഉണ്ടായി, അല്ലെങ്കിൽ സാധ്യതകളൊക്കെ ഉണ്ടായി. അതിൽ നിന്നൊക്കെ ശക്തമായ ഒരു സംരക്ഷണം ലഭിച്ചു. ഇതൊക്കെ എൻ്റെ വിശ്വാസ ജീവിതത്തെ ഒത്തിരി ആഴപ്പെടുത്താനായിട്ട് സഹായിച്ചു, മറ്റുള്ളവരിലേക്ക് പകരാനും എനിക്ക് സാധിച്ചു എന്നുള്ളതാണ് വലിയൊരു അനുഗ്രഹം. മക്കളിലേക്കും ഞാനായിട്ട് ബന്ധപ്പെടുന്ന എല്ലാവരിലേക്കും എൻ്റെ സഹോദരങ്ങളിലേക്കൊക്കെ ആ വിശ്വാസത്തിൻ്റെ ഒരു തീഷ്ണത, അതിൻ്റെ ലെവൽ ഒന്ന് ഡെപ്തിലേക്ക് പോകാനായിട്ട് എന്നെ സഹായിച്ചു എന്നുള്ളതാണ് കാര്യം. ആദ്യം ഒത്തിരി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നാലും എല്ലാം നല്ലൊരു അനുഗ്രഹങ്ങൾ അവസാനം ലഭിക്കുകയുണ്ടായി. പിന്നീട് ഈ കഴിഞ്ഞ ജൂലൈയിൽ എൻ്റെ അമ്മ ഒരു ട്രീറ്റ്മെൻറ്റ് പോയി. അവസാനം മൊത്തം തളർന്ന് പോയി, കിടപ്പിലായിപ്പോയി. വല്ലാത്ത വേദനയും ഒക്കെ ആയിട്ട് 2-3 മാസം ഞങ്ങൾ മക്കൾ മാറി മാറി നിൽക്കുകയും രാത്രി ഉറക്കമില്ല. അതുപോലെ വേദനയായി കഴിഞ്ഞ് ഒരു രക്ഷയില്ല. മരുന്നൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ ഒരു ഫലമില്ലാത്ത ഒരവസ്ഥയിൽ എത്തുന്നവരായിരുന്നു.
അപ്പോൾ ഞങ്ങൾക്കും വിഷമം, അമ്മച്ചിക്ക് ആകെ നിരാശ, അല്ലാത്തൊരു അവസ്ഥയായിരുന്നു. പിന്നെ ഒരു 3 മാസം പിന്നിട്ട് കഴിഞ്ഞപ്പോൾ അമ്മച്ചി പറഞ്ഞു, എന്തായാലും ഞാനൊന്നും നോക്കുന്നില്ല, ഞാൻ കൃപാസനത്തിൽ വരികയാണെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് ബുക്ക് ചെയ്യാതെ ഒന്നും വരാനും പറ്റില്ല. തളർന്നു കിടക്കുന്ന ആൾ വളരെയും സഹായത്തിലാണ് നമുക്ക് വണ്ടിയിലൊന്ന് കയറ്റാൻ പറ്റുക. അങ്ങനെ ഇരിക്കുകയും അമ്മച്ചി എന്നോട് പറയുക, നിനക്ക് വരാൻ പറ്റുമോ തിങ്കളാഴ്ച, ഞാൻ പോവാന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഓർത്തു അമ്മച്ചി എന്തായാലും അച്ഛൻ അവിടെയുണ്ട്, എന്തായാലും പോവാന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ എന്തായാലും മകനെയും കൂടി ഒന്ന് പ്രാർത്ഥിക്കാനായിട്ട് ഇവിടെ വരാനിരിക്കുകയായിരുന്നു, അതുകൊണ്ട് ഞാൻ തിങ്കളാഴ്ച ലീവ് കരുതി വെച്ചിട്ടുണ്ടായിരുന്നു. അത് അമ്മച്ചും അറിയില്ല, എനിക്കും അറിയില്ലായിരുന്നു. പക്ഷെ അമ്മച്ചിയോട് ഇപ്പോൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഞാൻ റെഡിയാന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് ഞാൻ വരാനായിട്ട് ഇത് എങ്ങനെ വരും എന്ന് എനിക്ക് ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു, സംശയം ഉണ്ടായിരുന്നു. പക്ഷെ അമ്മച്ചി വണ്ടിയൊക്കെ ബുക്ക് ചെയ്ത് ഒക്കെ ഇരിക്കുക. പക്ഷെ ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ പറഞ്ഞ് കിടപ്പ് രോഗികളെ കൊണ്ടുവരുമ്പോൾ മുമ്പേ ബുക്ക് ചെയ്തിട്ട് വേണം വരാൻ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ആകെ വിഷമമായി. കാരണം അതുപോലെ തളർന്നു കിടക്കുന്ന ഒരു വ്യക്തിനെ എല്ലാവരും കൂടി വണ്ടി കയറ്റി ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ രാവിലെ വീട്ടിൽ നിന്ന് 5:30 പോകുന്നതാണ്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു ഉത്തരവും കിട്ടിയില്ല. അവർ പറഞ്ഞു ആരോട് ചോദിച്ചാൽ കൊണ്ടുവന്ന് എന്ന് പറഞ്ഞാൽ നമുക്ക് ഉത്തരവുമില്ല. എന്തായാലും ഒരു 1:30 മണിയായി കഴിഞ്ഞപ്പോൾ എനിക്ക് അവസാനം അനുവാദം കിട്ടി. അച്ഛനെ കാണാനുള്ള ടോക്കൺ കിട്ടി. 1:30 ആയപ്പോൾ കാറ് ഇവിടെ സൈഡിൽ വന്ന് പാർക്ക് ചെയ്യുകയും അച്ഛൻ വന്ന് ബ്ലെസ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ വീട്ടിൽ തിരിച്ചു പോയി. അമ്മച്ചിക്ക് ഭയങ്കര സന്തോഷമായി. ഒരു നിരാശ മാറി ഒരു പ്രത്യാശയിലേക്ക് വന്നു. പിന്നെ വേദനയൊക്കെ ഉണ്ടെങ്കിലും ഒരു സഹിക്കാനുള്ളൊരു കൃപ കിട്ടി. ഇനി പിന്നെ ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വീട്ടിൽ വാർഡ് പ്രാർത്ഥന നടന്നപ്പോൾ ജപമാല ഒക്ടോബർ 27 കൊന്ത വീട്ടിൽ നടക്കുന്ന സമയത്ത് അമ്മച്ചിക്ക് ഒരു മാതാവിൻ്റെ ഒരു സാന്നിധ്യം കിട്ടുകയും മാതാവ് മുഖത്ത് വന്ന് തലോടുന്നതായിട്ട് അനുഭവപ്പെടുകയും ചെയ്തു. അതിനുശേഷം 2 ദിവസത്തിനകം ഞങ്ങൾ വേറൊരു ഡോക്ടറെ കാണുകയും 1.5 ആഴ്ച ഹോസ്പിറ്റലൈസ് ചെയ്യുകയും പിന്നെ അതിനുശേഷം ജസ്റ്റ് നടന്നു തുടങ്ങുകയും അത്യാവശ്യം പ്രാഥമിക ക്രിയകൾ തന്നെത്താൻ തന്നെ ചെയ്യാനും സാധിച്ചു. അതിന് മാതാവിൽ ഒത്തിരി അമ്മച്ചി വേദനിച്ച് സഹിച്ചിരിക്കുമ്പോഴൊക്കെ ആണെങ്കിൽ അമ്മച്ചി ഒത്തിരി ശരണപ്പെട്ട് മാതാവിൽ പ്രാർത്ഥിച്ചിരുന്നു. എന്തായാലും ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം എന്നോണം ഇപ്പോൾ അമ്മച്ചിക്ക് വാക്കറിൽ നടന്ന് അത്യാവശ്യം കാര്യങ്ങൾ അടുക്കളയിലൊക്കെ ഒന്ന് പോയി അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാനായിട്ട് സാധിക്കും. മൂന്നാമത് എനിക്ക് ലഭിച്ച അനുഗ്രഹം എന്ന് പറയുന്നത് എൻ്റെ മകന് ഞാൻ ഈ ജനുവരിയിൽ 2ാമത്തെ മകന് പരീക്ഷയ്ക്ക് തൊട്ട് മുമ്പായിട്ട് ഇവിടെ ഒന്നൊന്ന് പ്രാർത്ഥിക്കാമെന്ന് കരുതി ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ ഒന്ന് പ്രാർത്ഥിച്ചു. നന്നായിട്ടൊന്ന്, കാരണം 2ാമത്തെ മകന് ഇതുപോലെ +2 എക്സാം എഴുതാൻ പോകുന്നു, എൻട്രൻസുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഒന്ന് ശക്തമായി ഒന്ന് പ്രാർത്ഥിച്ചു പോകാനായിട്ട് ഞാൻ ഇവിടെ വന്നു. ഇവിടെ നിന്ന് പ്രാർത്ഥിച്ച് ഇറങ്ങി കഴിയുമ്പോൾ നേർച്ച വസ്തുക്കളൊന്ന് വാങ്ങി ഇവിടെ നിൽക്കുമ്പോൾ ഇറങ്ങാൻ പോവുക. ബസ് സ്റ്റോപ്പിലേക്ക് പോകും തൊട്ട് മുമ്പ് എൻ്റെ മൂത്ത മകൻ്റെ കോൾ വന്നു, അമ്മേ എനിക്കൊരു ഓഫർ ലെറ്റർ വന്നു, അവനിപ്പോൾ 3rd ഇയർ സ്റ്റുഡൻ്റാണ്. അപ്പോൾ ഈ സെം ബ്രേക്കിൽ കാൻഡയിൽ വിന്നിപ്പെഗ് യൂണിവേഴ്സിറ്റിയിൽ ഇൻറ്റേൺഷിപ്പ് ചെയ്യാനുള്ള ലെറ്റർ വന്നു. എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. അതേസമയം ഇന്നിവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച്, കാരണം അതിന് മുമ്പേ കിട്ടേണ്ടതായിരുന്നു. ഒരു ഡിസംബറിലൊക്കെ നമ്മളൊന്ന് കിട്ടുമായിരിക്കും എന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ അന്നേരം ഒന്നും വന്നില്ലായിരുന്നു. പക്ഷെ ഞാൻ ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ച് ഇറങ്ങുമ്പോഴാണ് അവൻ പെട്ടെന്ന് വിളിക്കുന്നത്. അവൻ അങ്ങനെയൊന്നും ഫോൺ വിളിക്കില്ല, ഞാൻ വിളിച്ചെങ്കിൽ മാത്രമേ അവൻ റിപ്ലൈ ചെയ്യുന്ന ആളാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. മാതാവിനോട് പ്രാർത്ഥിച്ചിറങ്ങും. ഇതൊന്നല്ല, നമ്മൾ പ്രാർത്ഥിച്ചതുമില്ല, പക്ഷേ മാതാവിനറിയാം എങ്ങനെയാണ് നമ്മുടെ ഏറ്റവും ആദ്യം നടത്തേണ്ട കാര്യങ്ങൾ എപ്പം നടത്തി തരണമെന്ന് മാതാവിന് കൃത്യമായിട്ട്. അതെനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. എന്താ ലെറ്റർ വന്നു. ഇപ്പോൾ അടുത്ത ഈ സെം ബ്രേക്കിൽ അവന് കാൻഡയിൽ സ്കോളർഷിപ്പോടുകൂടി 3 മാസം ഇൻറ്റേൺഷിപ്പ് കിട്ടാനുള്ള എല്ലാ പേപ്പറുകളൊക്കെ ശരിയായിട്ടുണ്ട്. പിന്നെ ഒരു ദിവസം ഞാൻ ഇതിനിടയിൽ എനിക്ക് കാറ് ഡ്രൈവിംഗ് പഠിക്കാനും വണ്ടി ഓടിക്കാനൊക്കെ അവസരമെത്തു. ഒരു ദിവസം ഞാൻ വണ്ടി ഓടിച്ചു പോകുമ്പോൾ ഓവർടേക്ക് ചെയ്തതും പെട്ടെന്നൊരു സ്കൂട്ടർ കയറി വരികയും ചെയ്തു. എനിക്ക് വല്ലാത്തൊരു വിമിഷ്ടത്തിലാവുകയും, കാരണം അത് നല്ലൊരു ആക്സിഡൻറ്റിന് വന്നു. പക്ഷേ ജസ്റ്റ് മുട്ടിയില്ല എന്ന് പറഞ്ഞാൽ ആർക്കും ഒരു പരിക്കില്ലാതെ ജസ്റ്റ് ഒരു ചെറിയൊരു പോറലോടുകൂടി ആ അപകടത്തിൽ നിന്ന് എന്നെ കാത്തുരക്ഷിക്കുകയും ചെയ്തു. ഇത്രയും എന്നെ എൻ്റെ കുടുംബത്തെയും അനുഗ്രഹിച്ച പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഒത്തിരി നന്ദി. പിച്ചളവാത് തകർത്ത് മലകൾ നിരപ്പാക്കി പിച്ചളവാത് തകർത്ത് ഇരുമ്പ് ഓടാമ്പുകൾ ഒടിക്കും. അതെന്താണ്? നിനക്ക് മുമ്പേ പോകുന്ന ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളാണ്. അതാണ് പ്രശ്നം. അതാണ് ഗ്രീൻ ചാനലിലൂടെ ആൾക്കാർ പോകണം. മലകൾ ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞിട്ടില്ല, നമ്മുടെ മുമ്പിൽ തടസ്സങ്ങളുണ്ടാകും. കഴിഞ്ഞ ദിവസങ്ങളിലൊരു സാക്ഷ്യം നമ്മൾ കേട്ട സാക്ഷ്യം എന്ന് പറയണത്, അതായത് അവൾക്ക് വീടില്ല, അവസാനം ലൈഫ് മിഷൻ്റെ ഒരു വീട് കിട്ടി.
അതിന് 4 ലക്ഷമോ 6 ലക്ഷമോ കിട്ടുന്നത്. പക്ഷേ അതിന് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ പറമ്പിൻ്റെ മുന്നാധാരം വേണം. ആ മുന്നാധാരത്തിന് വേണ്ടി ചെന്നപ്പോൾ അത് 4 പേരിലാണ്. 3 പേരും മരിച്ച്, 4-മത്തെ ആൾ മനോരോഗി. അയാളെ കണ്ടുപിടിക്കാൻ 1.5 കൊല്ലം. അതിനെ കണ്ടുപിടിച്ച് കഴിയുമ്പോൾ അയാൾ വേറൊരു നമ്പർ കൊടുക്കും. ഇങ്ങനെ കറങ്ങി തിരിഞ്ഞൊടിഞ്ഞ് മടങ്ങി അവസാനം സ്റ്റാൻഡിലെത്തുമ്പോൾ ആ മലകൾ നിവർത്തി ഇരുമ്പോടാനുമ്പോൾ പിച്ചളവാത് തകർത്ത് ഇരുമ്പോടാകുമ്പോൾ ഒടിച്ചുകൊണ്ട് ദൈവം ഇന്നും സഞ്ചാരി മാതാവിൻ്റെ വേഷത്തിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ മരകൾ തകർക്കാൻ വേണ്ടി ഉടമ്പടിയിലൂടെ കടന്നു വരുന്നു. ശ്രുതിക്കട്ടെ. ഉടനടി പരിഹാരമേകും ഉടമ്പടി പ്രാർത്ഥനയിൽ ഉടനടി പരിഹാരമേകും അവൻ പറയുന്നതും ചെയ്തിടുകയും ജീവിതം ധന്യമായി തീർന്നിടും. അവൻ പറയുന്നതും ചെയ്തിടുകയും ജീവിതം ധന്യമായി തീർന്നിടും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കും.